ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. പീതാംബരംഗരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 89. മൃഗാസുരകഥയും ഭൃഗുപരീക്ഷണവും. രമാജാനേ ജാനേ യദിഹ തവ ഭക്തേഷു വിഭവോ ന സമ്പത്യ സദ്യ സ്ഥിതിഹ മദകൃദ്വാദശമിനാം പ്രശാന്തിം കൃത്വൈവാ പ്രതിശസി തദ കാമമഖിലം പ്രശാന്തേഷു ക്ഷിപ്രം ന ഖലു ഭവദീയേചുതി കഥാ. രമാകാന്തനായ ഭഗവാനെ, ഈ ലോകത്തിൽ അങ്ങയെ സേവിക്കുന്നവർ പെട്ടെന്ന് ഐശ്വര്യശാലികളായി തീരുന്നില്ല. അതിനു കാരണം അഹങ്കാരമാണെന്നു ഞാൻ കരുതുന്നു. മനസ്സംയമം സാധിച്ചിട്ടില്ലാത്തവർക്ക് ആദ്യം പ്രശാന്തിയും അഭിഷ്ടസിദ്ധിയും അങ്ങ് നൽകുന്നു. അങ്ങയുടെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല. സദ്യപ്രസാദരുഷിതാൻ വിധിശങ്കരാദീൻ കേചിൻ വിഭോ നിജഗുണാനുഗുണം ഭജന്ത ഭ്രഷ്ടാ ഭവന്തി ബദ കഷ്ടമദീർഘദൃഷ്ട്യാ സ്പഷ്ടം മൃഗാസുര ഉദാഹരണം കിലാസ്മിൻ. ഹേ വിഭോ, തങ്ങളുടെ അഭീഷ്ടപ്രകാരം ചിലർ പെട്ടെന്ന് പ്രസാദിക്കുന്നവരും കോപിക്കുന്നവരുമായ ബ്രഹ്മാവ്, ശിവൻ എന്നീ ദേവന്മാരെ ഭജിക്കുകയും ഭാവി വിചിന്തനമില്ലായ്കയാൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. കഷ്ടം കഷ്ടം. മൃഗാസുരൻ്റെ കഥ ഇതിനുദാഹരണമാണല്ലോ. ശകുനിജസദു നാരദമേകദാ ത്വരിതദോഷമവൃച്ഛദധീശ്വരം സജതി ദേശഗിരീശമുപാസിതും നതു ഭവന്തമബന്ധുമസാധുഷു. ശകുനിയുടെ പുത്രനായി ഭൃഗൻ ഒരിക്കൽ ശ്രീനാരദനോട് വേഗത്തിൽ പ്രസാദിക്കുന്ന ഈശ്വരൻ ആരാണെന്ന് ചോദിച്ചു. ശിവനെ പൂജിക്കാനാണ് നാരദൻ പറഞ്ഞത്. ദുരാഗ്രഹികളുടെ ശത്രുവായ അങ്ങയെക്കുറിച്ചു പറഞ്ഞില്ല. തപസ്സിത്വാഘോരം സഖലു കുപിതഃ സപ്തമദിനേ ശിരശ്ചിത്വാ സദ്യ പുരഹരമുപസ്ഥാപ്യ പുരത അതിക്ഷുദ്രം രൗദ്രം ശിരസി കരദാനേന നിധനം ജഗന്നാഥാൽവവ്രേ ഭവതി വിമുഖാനാം കുശുഭധീ. അവൻ ഭയങ്കരമായ തപസ്സനുഷ്ഠിക്കുകയും 7-ാം ദിവസം കുപിതനായി സ്വശിരസ്സു മുറിച്ച് ശിവന്റെ മുമ്പിൽ വെക്കുകയും ചെയ്തു. ജഗന്നാഥനായ ശിവൻ ഉടനെ പ്രത്യക്ഷനായി തൻ്റെ കൈ ശിരസിൽ പതിയുന്നവൻ ആരായാലും മരിക്കണമെന്ന ക്ഷുദ്രവും ഭയങ്കരവുമായ വരം അവൻ ശിവനിൽ നിന്നും നേടി. അങ്ങയിൽ വിമുഖതയുള്ളവർക്ക് സദ്ബുദ്ധി എവിടെ? മോക്താരം ബന്ധമുക്തോ ഹരിണപതിരവ പ്രാദ്രവത്സോധരുദ്രം ദൈത്യാൽ ഭീത്യാസ്മദേവോ ദിശി ദിശി വലതേ പൃഷ്ഠതോ ദത്തദൃഷ്ടി തൂഷ്ണീകേ സർവലോകേ തവ പദമതിരോഷ്യന്തമുദ്ദിശ്യ ശർവം ദൂരാദേവാഗ്രതസ്ത്വം പടുവടുവഭുഷാ തസ്തിഷേ ദാനവായ. അനന്തരം ബന്ധനവിമുക്തനായ സിംഹത്തെപ്പോലെ ഭൃഗൻ ശിവന്റെ പുറകെ പാഞ്ഞു ചെന്നു. ആ അസുരനെ ഭയന്നുകൊണ്ട് ശിവൻ തിരിഞ്ഞു നോക്കി എല്ലാ ദിക്കുകളിലും ഓടി നടന്നു. സർവലോകവും ഭയം മൂലം നിശബ്ദമായിരുന്നപ്പോൾ
വൈകുണ്ഠത്തിലെത്താൻ ഉദ്യമിച്ച ശിവനെ കണ്ട് അങ്ങ് ദൂരെ നിന്ന് തന്നെ ചതുരനായ വടുവിൻ്റെ വേഷത്തിൽ അസുരൻ്റെ മുൻപിൽ വന്നു നിന്നു. ഭദ്രാം തേ ശാകുനേയ ഭ്രമസിഗ്മുധുനാ ത്വം പിശാചസ്യ വാചാ സന്ദേഹശ്ചേന്മുദുക്തൗ തവ കിമുന കരോഷ്യങ്കുലീമംഗമൗലൗ യുദ്ധം ത്വദ്വാക്യമൂഢ ശിരസി കൃതകരസോപദച്ഛിന്നപാദം ഭ്രംശോ ഹ്യേവം പരോപാസിതുരഭിജഗതി ശൂലിനോപി ത്വമേവ. ഹേ ശകുനീപുത്ര, നിനക്ക് നന്മയുണ്ടാകട്ടെ. പിശാചിൻ്റെ വാക്കുമൂലം നീ എവിടേക്കാണ് ഓടി നടക്കുന്നത്? ഞാൻ പറഞ്ഞതിൽ സന്ദേഹമുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിന്റെ ശിരസിൽ കൈവിരൽ വയ്ക്കുന്നില്ല? ഇപ്രകാരമുള്ള അങ്ങയുടെ വാക്കുകേട്ട് മൂഢനായ അവൻ തൻ്റെ ശിരസിൽ കൈവെക്കുകയും മുറിച്ചു വീഴ്ത്തിയ പോലെ ചത്തു നിലംപതിക്കുകയും ചെയ്തു. അന്യദേവന്മാരെ ഉപാസിക്കുന്നവർ ഇപ്രകാരം നശിക്കുന്നു. കൂടാതെ ശിവന് പോലും അങ്ങാണല്ലോ ഏക അവലംബം. ഭൃഗും കില സരസ്വതീ നിഗടവാസിനസ്താപസാസ്ത്രിമൂർത്തിഷു സമാദിശന്നധിക സത്വതാം വേദിതും അയം പുനരനാദര അയം പുനനാദരാദുദിതരുദ്ധരോഷേ വിധൗ ഹരേ ബിജജിഹിംസിഷൗ ഗിരിജയാദൃതേ തോമകാൽ. സരസ്വതീതടിയുടെ തടത്തിൽ വസിക്കുന്ന മുനിമാർ ത്രിമൂർത്തികളിൽ അധികം സത്വഗുണമുള്ളതാർക്കാണെന്ന് പരീക്ഷിച്ചറിയാൻ ഭൃഗുമുനിയെ നിയോഗിച്ചയച്ചുവത്രേ. അദ്ദേഹത്തിൻ്റെ അനാദരവ് മൂലം ബ്രഹ്മാവ് കോപിഷ്ഠനായെങ്കിലും ശ്രമപ്പെട്ട് കോപമടക്കി. ശിവൻ നിഗ്രഹിക്കാൻ ഒരുങ്ങിയെങ്കിലും പാർവതീദേവി തടഞ്ഞതിനാൽ ശാന്തനായി. അനന്തരം മഹർഷി അങ്ങയുടെ സന്നിധിയിലെത്തി. സുപ്തം രമാംഗഭുവി പങ്കജലോചനം ത്വാം വിപ്രേ വിനിഘ്നതിപതേന മുദോത്ഥിതസ്ത്വം സർവം ക്ഷമസ്വ മുനിവർയ ഭവേൽ സദാ മേ ത്വൽപാദചിഹ്നമിഹ ഭൂഷണമിത്യവാദീ. ലക്ഷ്മീദേവിയുടെ മടിത്തട്ടിൽ സുഖസുഷുപ്തിയിൽ ആണ്ടുകിടന്നിരുന്നവനും പങ്കജലോചനനുമായ അങ്ങയെ ആ മഹർഷി പാദത്താൽ പ്രഹരിച്ചപ്പോൾ അങ്ങ് ഉണർന്നെഴുന്നേൽക്കുകയും സന്തോഷത്തോടുകൂടി, അല്ലയോ മുനീന്ദ്ര, എൻ്റെ അപരാധം ക്ഷമിച്ചാലും അങ്ങയുടെ പാദചിഹ്നം എൻ്റെ നെഞ്ചിൽ എപ്പോഴും അലങ്കാരമായി ശോഭിക്കണേ എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. നിശ്ചിത്യ തേജസുദൃഢം ത്വയി ബന്ധഭാവാ സാരസ്വതാ മുനിവരാദധിരേ വിമോക്ഷം ത്വാമേവമച്യുത പുനശ്ചുതിദോഷഹീനം സത്വോച്ചയൈകതനുമേവ വയം ഭജാമ. സരസ്വതീതീരത്തിലെ മഹർഷിമാർ അങ്ങയെ ഉത്കൃഷ്ടദേവനായി ഗണിക്കുകയും അങ്ങയിൽ അതിഭക്തിയോടുകൂടി ജീവിച്ച് മോക്ഷം നേടുകയും ചെയ്തു. അല്ലയോ അച്യുത, പുനരാവർത്തി ദോഷമില്ലാത്തവനും ബ്രഹ്മസത്വസ്വരൂപനുമായ അങ്ങയെ തന്നെ ഞങ്ങൾ സദാ ധ്യാനിക്കുന്നു. ജഗൽ സൃഷ്ട്യാദൗ ത്വാം നിഗമനിവഹൈർവന്ദിഭിരവ സ്തുതം വിഷ്ണു സച്ചിൽ പരമരസനിർദ്വൈതവപുഷം പരാത്മാനം ഭൂമൻ പശുവനിതാ ഭാഗ്യനിവഹം പരീതാപശ്രാന്ത്യൈ പവനപുരവാസിൻ പരിഭജേ. മഹാവിഷ്ണുവും പരബ്രഹ്മാവുമായ ഗുരുവായൂരപ്പ, വിശ്വസൃഷ്ടിയുടെ ആദ്യദശയിൽ വേദഗണങ്ങളാൽ സ്തുതിനായകന്മാരെ പോലെ പ്രകീർത്തിക്കപ്പെട്ടവനും ഉത്കൃഷ്ടമായ സച്ചിദാനന്ദത്തിൽ ലയിച്ച ശരീരത്തോടു കൂടിയവനും പരമാത്മാവും ഗോപനാരിമാരുടെ സൗഭാഗ്യ സർവസ്വവുമായ അങ്ങയെ ദുഃഖനിവാരണാർത്ഥം ഞാൻ പരിസേവിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം.
ശ്രീജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.